ചലച്ചിത്രമേളയുടെ 79ാം പതിപ്പിലെ റെഡ് കാർപ്പറ്റിൽ താരമായി മാറി തമിഴ് വംശജയായ മോഡലും കണ്ടന്റ് ക്രിയേറ്ററുമായ ടബിയ മേരി. തന്റെ ആദ്യ ക്യാൻസ് വേദിയിൽ തന്നെ അതീവ ഗ്ലാമറസായി എത്തിയ ടബിത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വലിയ തരംഗമായിരിക്കുകയാണ്. ബ്രിട്ടീഷ് ബംഗ്ലാദേശ് ബ്രാൻഡായ ഖാനുംസ് ഡിസൈൻ ചെയ്ത സിൽവർ ഗൗണിലാണ് ടബിത കാൻസിൽ ചുവടുവെച്ചത്. ദക്ഷിണേന്ത്യൻ പൈതൃകവും ആധുനിക ഭാഷണം സമന്വയിപ്പിച്ച വസ്ത്രം ധരിച്ച് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചലച്ചിത്രമേളയിൽ എത്തിയത് തന്റെ വേരുകളോടുള്ള ആദരവ് കൂടിയാണെന്ന് അവർ വ്യക്തമാക്കി. ഒറ്റ ഷോൾഡറുള്ള ഗ്രീഷ്യൻ ശൈലിയിലുള്ള ഗൗണും മുത്തുകൾ തുന്നിച്ചേർത്ത അരക്കെട്ടും അവരുടെ റെഡ് കാർപ്പറ്റ് ലുക്കിന് കൂടുതൽ ചാരുത പകർന്നു. എന്നാൽ വസ്ത്രത്തെക്കാളുപരി ടബിതയുടെ സ്വാഭാവിക സൗന്ദര്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ചർച്ചയാകുന്നത്. വർണ്ണവിവേചനങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വന്നതിനെ കുറിച്ച് അവർ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജർമ്മനിയിലെ ഒരു ചെറിയ നഗരത്തിൽ വളർന്ന തമിഴ് പെൺകുട്ടി എന്ന നിലയിൽ തനിക്ക് ഒരിക്കലും മുഖ്യധാരയിൽ വേണ്ടത്ര പ്രാതിനിധ്യം ലഭിച്ചിരുന്നില്ലെന്ന് ടബിയ പറഞ്ഞിരുന്നു. എന്നാൽ താൻ ഒരിക്കലും പരമ്പരാഗത സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമല്ലെന്നത് കരുതിയിരുന്ന അതേ പെൺകുട്ടി തന്നെയാണ് ഇന്ന് ക്യാൻസിന്റെ പടവുകൾ അഭിമാനത്തോടെ കയറിയിരിക്കുന്നത്. ഇത് കേവലം ഒരു വ്യക്തിയുടെ വിജയം എന്നതിലുപരി വാർപ്പു മാതൃകകളെയും സൗന്ദര്യ സങ്കല്പങ്ങളെയും തിരുത്തി എഴുതുന്ന ഒരു സുപ്രധാന ചുവടുവയ്പായി മാറിയിരിക്കുകയാണ്. ഈ അസുലഭ അവസരം നൽകിയ മെറ്റ ടീമിന് നന്ദി പറഞ്ഞുകൊണ്ട് ടബിത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. ഇതാണ് യഥാർത്ഥ പൂർണ്ണത എന്നതുൾപ്പെടെ നിരവധി മികച്ച പ്രതികരണങ്ങളാണ് വീഡിയോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടബിതയെ ഉടൻ തന്നെ സിനിമകളിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും ആരാധകർ കുറിച്ചു. 2018 ഒരു പാഷന്റെ പേരിൽ പരസ്യമേഖലയിൽ തുടങ്ങിയ യാത്ര കോവിഡ് കാലത്തെ ലോക്ക്ഡൌണിലൂടെ വളർന്ന് ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന 2026 ഒരു ഗ്ലോബൽ ഫാഷൻ ഐക്കണിൽ എത്തി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.